കുണ്ടന്നൂരിൽ ഇന്നലെയാണ് ഈ കുറുവാ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലായത്. അപ്പോൾ അവരെ പിടികൂടിയത് അതിസാഹസികമായിട്ട് പോലീസ് അവരെ പിടികൂടിയപ്പോൾ മോചിപ്പിക്കാനുള്ള ശ്രമമൊക്കെ വളരെ സജീവമായി നടന്നു. അപ്പോൾ ഇവരിന്ന് കുറുവാ സംഘങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പുരോഗമിക്കുന്നു. അവരുടെ പേരെന്തൊക്കെയായിരുന്നു? അവരുടെ പേര് സന്തോഷ് സെൽവൻ, മണികണ്ഠൻ എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്ത്. ആദ്യം കുറുവാ വാർത്ത. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് കുണ്ടന്നൂർ പാലത്തിന് കീഴിലെ ചതുപ്പ് നിലത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന സന്തോഷ് സെൽവനെയും മണികണ്ഠനെയും ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് രഹസ്യമായി എത്തി അറസ്റ്റ് ചെയ്യുന്നത്. സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും പോലീസുകാരെ ആക്രമിച്ചതോടെ കൈവിലങ്ങോടെ സന്തോഷ് രക്ഷപ്പെട്ടു. വിലങ്ങോടെ പൂർണ്ണ നഗ്നനായി രക്ഷപ്പെട്ടതിനാൽ അധിക ദൂരം ഇയാൾക്ക് പോകാൻ സാധിക്കില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ പോലീസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് യഥാവിധം ആ പ്രതിയെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല, പിടികൂടി കൊണ്ടുപോകാൻ സാധിച്ചില്ല. സംഘത്തിൽ വനിതാ പോലീസുകാർ ഇല്ലാതിരുന്നതാണ് കസ്റ്റഡിയിൽ നിന്ന് വഴുതിപ്പോകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ മോഷണത്തിനുപയോഗിച്ചതായി കരുതുന്ന ആയുധങ്ങൾ കണ്ടെടുത്തു. ഒടുവിൽ കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിൽ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ 4 മണിക്കൂർ നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം പ്രതിയെ സാഹസികമായി പോലീസ് പിടികൂടി. പിടിയിലായ സന്തോഷിനെയും മണികണ്ഠനെയും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീകൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചെന്നുണ്ട്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ കുറുവാ സംഘങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കലാവില്ലേ ആ ചോദ്യം ചെയ്യലിലെ പ്രധാന ഉദ്ദേശം? എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിൽ കൂടി ബാക്കി സംഘങ്ങളിലേക്ക് എത്താനുള്ള നീക്കമൊക്കെ പോലീസിന് എളുപ്പമാകുമോ മനീഷ്? കാശ്മീർ പോലീസ് കരുതുന്നു, പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇവർ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെയാണ് ബന്ധമുള്ള കാര്യത്തിലാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പോലീസ് ഇത്ര റിസ്ക് എടുത്ത് കുണ്ടന്നൂരിൽ വന്ന് ഈ പ്രതികളെ പിടികൂടണമെങ്കിൽ ഈ കേസുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. ഈ സന്തോഷ് ശിവൻ എന്ന ആളാണ് പ്രധാനപ്പെട്ട പ്രതി എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളിലേക്ക് പോലീസ് എത്തുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് തയ്യാറാക്കിയ ഒരു സ്റ്റിൽ, ഈ സ്റ്റില് കേരളത്തിലെയും ഒപ്പം തന്നെ അതിർത്തിയിലെയും തമിഴ്നാട്ടിലെയും വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തതിൽ നിന്നും തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഈ സന്തോഷ് ശെൽവന്റെ ഒരു ഫോട്ടോ അവിടെ നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാളുടെ ഫോട്ടോ അയച്ചിരുന്നത്. പിന്നെ ഇയാളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഈ എറണാകുളം കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ സിൽക്ക് റോഡിന് സമീപം ഒരു മീൻപിടുത്ത സംഘമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇയാളെ പോലെ ഒരാളെ പലപ്പോഴും കണ്ടതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ഇന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തുകയും ഇവരെ നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വൈകിട്ട് 6:30 സന്തോഷ് സെൽവനെയും മണികണ്ഠനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ സന്തോഷ് സെൽവനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അവിടെ ഒരു ടെന്റിന്റെ താഴെ കുഴി കുഴിച്ച് അതിന്റെ മുകളിൽ ടാർപോൾ നിർത്തി അതിന്റെ കുഴിക്കകത്തും ഒളിച്ച നിലയിൽ മഹിപാലാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. അപ്പം നമ്മുടെ 24-ന്റെ സ്പെഷ്യൽ CID ജമ്പനും തുമ്പനും മനീഷും സുഹൈലും കൂടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും അത് ഇത്ര എത്തി നിൽക്കുകയാണ്.